കേരളത്തിലെ 7 എം.പിമാർ ക്രൈസ്തവ പുരോഹിതന്മാരുമായി ഒരു ചർച്ച നടത്തി. പക്ഷേ ഈ ചർച്ചയിലൂടെ നടത്തിയ കാര്യങ്ങളല്ല പുറത്തു വന്നതെന്നൊരു ആരോപണമുണ്ട്. അങ്ങനെയല്ല. കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ CBCIയുടെ പ്രസിഡന്റ് ആൻഡ്രൂസ് താഴത്തിൽ പിതാവാണ്. അദ്ദേഹം ഡൽഹിയിൽ ക്രിസ്ത്യാനി എംപിമാരുമായിട്ട് ചർച്ച നടത്തി, ക്രൈസ്തവ എംപിമാരുമായിട്ട് ചർച്ച നടത്തി. അപ്പോൾ അതിൻ്റെ വാർത്ത പുറത്തു വന്നത് ഇങ്ങനെയാണ്. അതിൽ പങ്കെടുത്ത ക്രിസ്ത്യൻ എംപിമാർ, അതിനകത്ത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എംപിമാർ ബെന്നി ബെഹനാനുണ്ട്, ആൻറ്റോ ആൻ്റണിയുണ്ട്, ഹൈബി ഈഡനുണ്ട്, ഡീൻ കുര്യാക്കോസ് ഉണ്ട്, ജോൺ ബ്രിട്ടാസ് ഉണ്ട്, ജോസ് കെ മാണിയുണ്ട്, ഫ്രാൻസിസ് ജോർജ് ഉണ്ട്. പിന്നെ കേരളത്തിന് പുറത്തുനിന്ന് മേഘാലയയിൽ നിന്നുള്ള ഡോക്ടർ വാൻ വി റോയ് ഖർലൂഖി ഉണ്ട്. പിന്നെ ഈ മീറ്റിംഗ് തീരുന്ന സമയത്ത് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോയി. പക്ഷേ തുടക്കം മുതലുണ്ടായിരുന്നത് ജോർജ് കുര്യൻ ഒഴികെ ഈ പറഞ്ഞ ആളുകളും TMCയുടെ MP ഡെറിക് ഒബ്രിയാനും ഉണ്ടായിരുന്നു. അപ്പോൾ അവർ മീറ്റിംഗ് ചേർന്നതിന് ശേഷം പുറത്തു വന്ന വാർത്ത, ക്രൈസ്തവ എംപിമാർ കേരളത്തിൽ നിന്നുള്ളവർ ആണല്ലോ ബഹുഭൂരിപക്ഷം, അവർ ഇത്രയും പേരുണ്ടായിരുന്നു, ഭൂരിപക്ഷം കേരളത്തിൽ നിന്നുള്ളവരാണ്. അവർ എല്ലാ വർഷവും ഇതുപോലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനുമായിട്ട് ക്രിസ്മസിന് മുമ്പ് കൂടിക്കാഴ്ചയാണ്. ചിലപ്പോൾ ശാപ്പാടടിക്കാനൊക്കെ ആയിരിക്കും. അത് മാത്രമല്ല, രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആണ്, ശാപ്പാടടിക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ കള്ളത്തരമാണ്. ഡൽഹി പോയി മെത്രാൻ സമിതി അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്തിൽ പിതാവ് അവിടെ പോയി ഇവരെ കാണേണ്ട കാര്യമൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ ഇങ്ങോട്ട് അരമന വരാൻ പറഞ്ഞാൽ പോരെ, ബിഷപ്പ് ഹൗസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. അങ്ങനെയല്ല, പാർലമെൻറ്റ് കൂടുന്ന സമയത്ത് അവിടെ പോയി കാണുന്നത് കൃത്യമായി ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചില കാര്യങ്ങൾ സംവദിക്കാനൊക്കെ തന്നെയാണ്. അങ്ങനെ മീറ്റിംഗ് കൂടിയപ്പോൾ നമ്മുടെ എംപിമാരായ ബെന്നി ബെഹനാൻ, ആൻറ്റോ ആൻ്റണി, ഹൈബി ഈഡൻ, ഡീൻ കുര്യാക്കോസ്, ജോസ് കെ മാണി, ഫ്രാൻസിസ് ജോർജ്, പിന്നെ ജോൺ ബ്രിട്ടാസ് ഉൾപ്പെടെയുള്ളവർ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷൻ, കാത്തലിക്സ്, അതിൻ്റെ ഓൾ ഇന്ത്യ അധ്യക്ഷനാണ് ആൻഡ്രൂസ് താഴത്ത്. അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, അല്ലയോ പിതാവേ, ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് ഈ ഭീകരനായ ഫാസിസ്റ്റായ നരേന്ദ്രമോദി കൊണ്ടുവരാൻ പോവാണ്. മുസ്ലിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള അധികാരം കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാനും, വിചാരിച്ചാൽ ഏറ്റെടുക്കാനും, വാടക കിട്ടിയാൽ വഖഫ് ചെയ്യാനും, വഖഫ് യൂസും ഒക്കെയുള്ള ഈ ഭൂമി പിടിച്ചെടുക്കുന്ന ലാൻഡ് ജിഹാദ് സംരംഭമായ വഖഫ് ബോർഡിനെ അട്ടിമറിക്കാൻ കേന്ദ്രം കൊണ്ടുവരുന്ന ബില്ലിനെ ചെറുത്ത് തോൽപ്പിക്കണം. അതിന് സഭ ഞങ്ങളുടെ കൂടെ നിൽക്കണം, കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു. അത് ന്യൂനപക്ഷങ്ങളുടെ അവകാശമാണ്. ഇന്നിപ്പോൾ മുസ്ലിങ്ങളുടെ എടുത്തു കഴിഞ്ഞാൽ നാളെ ക്രിസ്ത്യാനിയുടെ കൊണ്ടു. ക്രിസ്ത്യാനിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല, ക്രിസ്ത്യാനിക്ക് ഇങ്ങനെ കണ്ടവൻ്റെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കാൻ പറ്റുന്ന വല്ല നിയമമുണ്ടോ? ക്രിസ്ത്യൻ വഖഫ് അങ്ങനെ സാധനം ഇല്ലല്ലോ, അങ്ങനെ നിയമമില്ല. പിന്നെ ക്രിസ്ത്യാനിയുടെ എന്ത് പോകുന്ന? ക്രിസ്ത്യാനിയുടെ അവൻ അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വഖഫ്. അതെ. അപ്പോൾ അങ്ങനെ വരും. അതുകൊണ്ട് സഭ കോൺഗ്രസിനെ പിന്തുണയ്ക്കാം, ഈ ബില്ലിനെ പിന്തുണയ്ക്കണം. ബില്ലിനെ പിന്തുണയ്ക്കരുത്, നിലവിലുള്ള ഭേദഗതി ബില്ലിനെ അല്ലേ പിന്തുണയ്ക്കരുത്, നിലവിലുള്ള നിയമത്തെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞാൽ ആരെ പിന്തുണയ്ക്കണം എന്നാ? കോൺഗ്രസിനെ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ആരെ പിന്തുണയ്ക്കുന്നത്? മുസ്ലിം. അപ്പോൾ സഭ ആരെ പിന്തുണയ്ക്കണം എന്നാ? മുസ്ലിം സമുദായത്തിൽ. അപ്പോൾ ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ, ഡീൻ കുര്യാക്കോസ്, ജോൺ ബ്രിട്ടാസ്, ആൻറ്റോ ആൻ്റണി ഇവരൊക്കെ ആവശ്യപ്പെട്ട ആരെ പിന്തുണയ്ക്കണം? മുസ്ലിം സമുദായത്തെ പിന്തുണ. KCBCയിലെ CBCI ആരെ പിന്തുണയ്ക്കണം? മുസ്ലിം സമുദായത്തെ പിന്തുണയ്ക്കണം ആവശ്യപ്പെട്ടു എന്നാണ് വാർത്ത പുറത്തു വന്നത്. അപ്പോൾ ഇത് ഇത്തിരി ക്ഷീണം ഉണ്ടാക്കി ആൻഡ്രൂസ് താഴത്തിൽ പിതാവിന്. അദ്ദേഹം ഇവിടെ മുനമ്പത്തെ ആളുകളെയൊക്കെ മുഴുവൻ സമുദ്ധരിക്കാൻ നിൽക്കുന്നതാണെന്ന് ഭാവിക്കുകയും എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പുറത്ത് ഭാവിക്കുകയും ചെയ്യുന്ന ആളുടെ. കാരണം ഉള്ളിൽ അങ്ങനെയാണല്ലോ കാലങ്ങളായി ശീലിച്ച കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ മദാമയുടെ പാർട്ടി ആയതുകൊണ്ട് നമ്മുടെ ഒരു മമത അങ്ങോട്ടാണ്. അപ്പോൾ ഇത് വന്നിട്ട് അപ്പോൾ മുനമ്പത്തെ ഉൾപ്പെടെയുള്ള ആളുകൾക്കിടയിൽ എടാ ഈ MLA MPമാരെ കുറിച്ചൊക്കെ ഇവർക്ക് പണ്ടേ അറിയാം, ഇവർ ഞങ്ങളുടെ ഭൂമി പോയാലും കുഴപ്പമില്ല, മുസ്ലിമിൻ്റെ സംഗതി രക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണെന്ന് നല്ല ബോധ്യമുള്ള ആളുകളാണ് മുനമ്പത്തുകാർ. പക്ഷേ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ഒരു ക്ഷീണം ഉണ്ടായി ആൻഡ്രൂസ് പിതാവിന്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ CBCIയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി മാത്യു കോയിക്കലിനെ കൊണ്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിച്ചു. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടി മാത്യു കോയിക്കൽ ഇറക്കി. അതിൽ പറയുന്നത് എന്തറിയോ, ഏതാനും അഭിപ്രായങ്ങൾ മാത്രം പുറത്തുവിട്ടു തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതായത് ഈ മീറ്റിങ്ങിനെക്കുറിച്ച് വന്ന കാര്യം എന്താണ്? കേരളത്തിൽ നിന്നുള്ള MPമാർ ഉൾപ്പെടെ CBCIയുടെ പിന്തുണ വഖഫിന് കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതാണ് അല്ലേ? അതേക്കുറിച്ച് അദ്ദേഹം പറയുന്നത് എന്താ? ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഏതാനും അഭിപ്രായങ്ങൾ മാത്രം പുറത്തുവിട്ടു തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു.
അപ്പോൾ പുറത്ത് വിട്ടത് നുണയാണെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഏതായാലും അഭിപ്രായം പുറത്ത് വിട്ടത് തെറ്റാണെന്നല്ല പറയുന്നത്. അതങ്ങനെ പറയുന്നില്ല. അല്ലെങ്കിൽ പറഞ്ഞാൽ ഈ പുറത്ത് വരുന്ന വാർത്ത തെറ്റാണെന്ന് CBCIയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ഈ MPമാരെല്ലാം കൂടെ, അതായത് ജോർജ് കുര്യൻ ഒഴികെ, അങ്ങനെ അവസാനമാണ് വന്നത് കേന്ദ്രമന്ത്രി, ഡെറിക് ഒബ്രിയാനും ബെന്നി ബെഹനാനും ആൻഡോ ആൻ്റണിയും ഹൈബി ഈഡനും ഡീൻ കുര്യാക്കോസും ജോൺ ബുട്ടാസും ജോസ് കെ മാണിയും ഫ്രാൻസിസ് ജോർജും മേഘാലയയിൽ നിന്ന് ഡോക്ടർ വാൻ ബി റോയ് ഖർലൂക്കിയും കൂടെ ആവശ്യപ്പെട്ടത് എന്താണ്? വഖഫിനെ പിന്തുണയ്ക്കണമെന്നാണ്, മുസ്ലിങ്ങളെ പിന്തുണയ്ക്കണമെന്നാണ്, അല്ലേ? അതെ, അത് തെറ്റാണെന്ന് പറയുന്നില്ല. പക്ഷെ അത് മാത്രമേ പുറത്തു വിട്ടുള്ളൂ. വേറെയും കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യത്തെ നിഷേധിച്ചിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയില്ല, അങ്ങനൊരു ആവശ്യം ഈ MPമാർ ഉന്നയിച്ചില്ല എന്ന് CBCIയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി മാത്യു കോയിക്കൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ മുനമ്പത്തുകാരോടെങ്കിലും ഹൈബി ഈഡൻ പറയണം, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഡീൻ കുര്യാക്കോസ് പറയണം, ജോൺ ബുട്ടാസും പറയണം, ബെന്നി ബെഹനാനും പറയണം, ആൻഡോ ആൻ്റണിയും പറയണം. എന്തിനാണ് മുനമ്പത്തുകാരുടെ നിലപാടിനെതിരായി വഖഫ് നിയമം മാറ്റാൻ പാടില്ല, നിങ്ങൾ മുസ്ലിങ്ങളെ സംരക്ഷിക്കണമെന്ന് ഈ MPമാർ പറഞ്ഞത്? അങ്ങനെ അവർ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് തുറന്നു പറയേണ്ടത് ആരായിരുന്നു? മാത്യു കോയിക്കലായിരുന്നു. അദ്ദേഹം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. വളച്ചൊടിച്ച് വ്യാജ വാർത്തയാണെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ MPമാരെല്ലാം ക്ലീൻ ആകുമായിരുന്നു. ഇപ്പോൾ പുറത്ത് വന്ന വാർത്ത കൂടുതൽ അഫയം ചെയ്തിരിക്കുകയാണ് ആര്? മാത്യു കോയിക്കൽ, അല്ലേ? നമ്മുടെ MPമാരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ വിശദീകരണ കുറിപ്പാണ്. ഏതാനും ചില അഭിപ്രായങ്ങൾ മാത്രം പുറത്തു വിട്ടു എന്നാ പറയുന്നത്. വിട്ടത് ശരിയാണ്. അതായത് മാത്രമല്ല എന്ന് പറഞ്ഞു വെക്കുന്നു. അത് മാത്രമല്ല, വേറെ ഞങ്ങൾ ക്രിസ്മസിന് എത്ര കിലോ കേക്ക് മേടിക്കണം, എത്ര ലിറ്റർ വൈൻ വേണം, ഇതൊക്കെ ചർച്ച ചെയ്തിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ എന്തിനാണ് ഈ ക്രിസ്ത്യാനികളായ MPമാരുടെ യോഗം ബിഷപ്പ് എന്തിനാണ് അവിടെ വിളിച്ചു കൂട്ടുന്നത്? എങ്ങനെ പുൽക്കൂടം ഉണ്ടാക്കാമെന്ന് ചർച്ച ചെയ്യാൻ അല്ല? ആണോ? എനിക്കറിയില്ല. ക്രിസ്മസ് കേക്ക് മുറിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ അല്ല, രാഷ്ട്രീയം കൂടി പറയാൻ തന്നെയാണ്. രാഷ്ട്രീയം അവർ പറഞ്ഞിട്ടുണ്ട്, ഉറപ്പാണ്. ഇനി വേറൊരു കാര്യമുണ്ട്. പതിവ് പോലെ ഡിസംബർ 3 മീറ്റിംഗ് നടന്നത്. അതിൻ്റെ വിശദാംശങ്ങളൊന്നും വലിയ വാർത്തയായിട്ട് വന്നില്ല. വാർത്ത വന്നാൽ കുഴപ്പമാണെന്നുള്ളതുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങളത് പതുക്കി. ഇനി ഡിസംബർ 3 നടന്നിട്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇതിന് മുമ്പത്തുള്ള എല്ലാ മീറ്റിങ്ങിനും ഇവർ കൂടിയിരുന്നൊരു ഫോട്ടോ എടുക്കുമായിരുന്നു. ഇതിന് ഫോട്ടോ എടുത്തില്ല. അത് പുറത്തു വരരുത്, അല്ലേ? പുറത്തു വരരുത്, ഫോട്ടോ എടുത്തില്ല. അതെന്തുകൊണ്ടാണ് ഫോട്ടോ എടുക്കാതിരുന്നത്? അപ്പോൾ ഇത് മൊത്തത്തിലൊരു ഒരു 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 ഗൂഢാലോചനയുടെ സ്വഭാവം. അതെ, സംശയത്തിന് ഫോട്ടോ എടുക്കുക. ഞങ്ങൾ പതിവ് പോലെ കൂടി ഒരു ഫോട്ടോ എടുത്തു. ഇപ്പോൾ പറഞ്ഞില്ല, അത് ഔദ്യോഗിക ചടങ്ങല്ലായിരുന്നു, സ്വകാര്യ സന്ദർശനമായതുകൊണ്ട് ഫോട്ടോ എടുത്തില്ല. പിന്നെ ഇത് ബിഷപ്പുമാരെയൊക്കെ കാണാനായിട്ട് MPമാരൊക്കെ പോകാറുണ്ട്. അതെല്ലാം ഔദ്യോഗികമല്ല, സ്വകാര്യ സന്ദർശനമാണ്. എന്നിട്ട് ചാനലുകാരെ വിളിച്ചോണ്ടാണ് പോണത്. അതെ. അപ്പോൾ ഇതിന് മാത്രം എന്താ ഫോട്ടോ വേണ്ടെന്ന് വെച്ചത്? ഇപ്പോൾ മൊത്തത്തിലൊരു കുഴപ്പമുണ്ട്. അത് കേരളത്തിൽ ഈ ഇസ്ലാം അധിനിവേശത്തിനെതിരെ, ഇസ്ലാമികവൽക്കരണത്തിനെതിരെ, അല്ലെങ്കിൽ ലാൻഡ് ജിഹാദിനെതിരെ, ജിഹാദിവൽക്കരണത്തിനെതിരെ ഒരു വലിയ ബഹുജനാഭിപ്രായം രൂപപ്പെട്ടു വരുന്നുണ്ട്. അതിൽ ക്രിസ്ത്യാനികൾ നല്ല പങ്ക് വഹിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിലായി ഈ വഖഫ് എന്നുള്ള നിയമം കൊള്ളയടിക്കാനുള്ള നിയമമാണ്, ഇന്ത്യയിൽ ഇസ്ലാമിക ഭരണം കൊണ്ടുവരാനുള്ള നിയമമാണ്, ഇത് കൊള്ളക്കാരുടെ നിയമമാണ്, ഇത് മാറണം എന്നുള്ള ബോധം ആർക്കുണ്ട്? കേരളത്തിലെ ക്രൈസ്തവരിൽ നല്ല ശതമാനത്തിനുണ്ട്. അതുകൊണ്ട് ഇത് മാറ്റാൻ നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവരുന്ന നിയമ ഭേദഗതിക്ക് അവർ അനുകൂലമാണ്. അതിനെ ഒന്നും മാറ്റിമറിച്ച് വീണ്ടും കുഞ്ഞാടുകളെ ഇടയൻ തെളിക്കുന്ന വഴിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ശ്രമം ആരംഭിച്ചിരിക്കുന്നു സംഘടിതമായി. അതുതന്നെയാണ് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തത്. അല്ലാതെ ഈ മുനമ്പത്ത് സമരം ചെയ്യുന്ന ഇവരാണെങ്കിലും ഇവരുടെ നേതൃത്വത്തിലിരിക്കുന്നവർ മാറി ചിന്തിക്കുന്നു, അല്ലെ? അത് മാത്രമല്ല, ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ വയനാട് ഇലക്ഷൻ കഴിഞ്ഞ് പ്രിയങ്ക ഗാന്ധിക്ക് വോട്ടൊക്കെ കൂടി. അങ്ങനെ അതിൻ്റെ പേരിൽ ക്രൈസ്തവരെ അങ്ങനെ കുറ്റം പറയണ്ട. കാരണം ക്രിസ്ത്യൻ ഭൂരിപക്ഷ ബൂത്തുകളിൽ BJP വോട്ട് കൂടിയിട്ടുണ്ട്. സാധാരണക്കാരായ സാധാരണക്കാർക്ക് ഒരു മാറ്റമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അപകടം ഈ ബെന്നി മുതൽ ആൻഡോ മുതൽ ഹൈബി മുതൽ ഡീൻ മുതൽ ഉള്ള ജോസ് കെ മാണി, ഫ്രാൻസിസ് ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. അപകടമുണ്ട്. അപ്പോൾ ഇനി പിതാക്കന്മാരെ പിടിച്ചിട്ട് അവർ വഴി കുഞ്ഞാടുകളെ, അൽമായരെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ആരംഭിക്കാൻ കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ക്രിസ്ത്യൻ സഭകളെ ഓപ്പറേറ്റ് ചെയ്യാൻ ക്രിസ്ത്യാനികളായ MPമാരെ ഉപയോഗിക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വാർത്ത തെറ്റാണെന്ന് പറഞ്ഞാൽ വേറെ കാര്യമുണ്ടേ, അങ്ങനെ പറയാൻ പറ്റില്ല. ഇത് PTA കാര്യങ്ങളൊക്കെ മിക്കവാറും റിപ്പോർട്ട് ചെയ്യുന്നത് ഡൽഹിയിലുള്ള ഒരു PTA ലേഖികയാണ്, വനിതാ റിപ്പോർട്ടറാണ് PTAക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ ലേഖികയെക്കുറിച്ച് പൊതുവെ പറയുന്നത് ഇടതുപക്ഷ സഹചാരി എന്നാണ്.
അപ്പോൾ ഇടതുപക്ഷ സഹയാത്രികയാണെങ്കിൽ ജോൺ ബ്രിട്ടാസുമായിട്ട് നല്ല അടുപ്പമുണ്ടാവുമല്ലോ. അതെ. അപ്പോൾ ഇങ്ങനൊരു മീറ്റിംഗ് നടന്നതിൻ്റെ വിവരം എന്തൊക്കെയാണ് ആൻഡ്രൂസ് താഴത്തിൽ പിതാവ് പറയത്തില്ല. ഇല്ല. ഈ കൂട്ടത്തിൽ പോയ ആരെങ്കിലും പറഞ്ഞിട്ടാണല്ലോ ഇവർ അറിയുന്നത്. അതെ. അപ്പോൾ ഇടതുപക്ഷ സ്വഭാവമുള്ള രാഷ്ട്രീയത്തോട് ആഭിമുഖ്യമുള്ള ഈ PTA റിപ്പോർട്ടർ അത് ബ്രേക്ക് ചെയ്ത വാർത്ത തെറ്റാവാൻ സാധ്യതയുണ്ടോ? ഇല്ല. ഇല്ല. അപ്പോൾ കൃത്യമായ സോഴ്സിൽ നിന്ന് കൃത്യമായി കിട്ടിയ വിവരം ആണ് PTA പറഞ്ഞിരിക്കുന്നത്. അതിനെ നിഷേധിക്കാൻ ആർക്ക് കഴിയില്ല? മാത്യു കോയിക്കലിന് കഴിയില്ല. അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും വന്നിട്ടില്ല. എല്ലാ കാര്യം എന്താണ്? ഏറ്റവും വൈറ്റലായുള്ള കാര്യം വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് എന്താണ് ക്രിസ്ത്യൻ MP-മാരുടെ നിലപാട്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും വന്നിട്ട് ഒരു മീറ്റിങ്ങിനുള്ളതിൽ പ്രധാനപ്പെട്ട വാർത്ത മന്ത്രിസഭാ യോഗം ചേരുന്നു, 25-30 അജണ്ടയൊക്കെ ഉണ്ടാവും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്. അതെ. അപ്പോൾ ഏറ്റവും ഇതിനകത്ത് എനിക്ക് ഏറ്റവും രസകരമായൊരു സംഭവം എന്ന് പറയുന്നത് ഈ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ പത്രസമ്മേളനമാണെന്ന് തോന്നുന്നു മാത്യു കോയിക്കലിൻ്റെ. പക്ഷേ രക്ഷിക്കല്ല, അത് കൂടുതൽ കുരുക്കാവുകയാണ് ചെയ്തിരിക്കുന്നത്. കാരണം അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് ചില അഭിപ്രായങ്ങൾ മാത്രമേ വന്നുള്ളൂ എന്നാണ്. വേറെ വ്യത്യസ്തമായ അഭിപ്രായം എന്തായിരുന്നു? ഞങ്ങൾ ഈ പറഞ്ഞതിനകത്തൊക്കെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു എന്ന് നിഷേധിക്കാൻ പറഞ്ഞിട്ടില്ല. സത്യത്തിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നൊരു പത്രസമ്മേളനം വിളിക്കണമായിരുന്നു. പത്രസമ്മേളനം വിളിക്കുമ്പോൾ ചോദ്യം, ശരി ചില കാര്യങ്ങളേ ഉള്ളൂ, എന്താ വിട്ടുപോയ മറ്റു കാര്യങ്ങൾ എന്താ എന്നൊരു ചോദ്യം വരും. അതിനെ നേരിടാൻ തയ്യാറാവാത്തതുകൊണ്ടാണ് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത്. അതെ, മനസ്സിലായില്ലേ? ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ക്രൈസ്തവ MP-മാരുടെ മീറ്റിംഗ് കൂടിയത്? ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ ഓക്കെ, ഫൈൻ, നല്ലത്. പക്ഷേ അതിനകത്ത് ഈ പറഞ്ഞ വിഷയം, വഖഫ് വിഷയം ചർച്ചയായോ? ചർച്ചയായെങ്കിൽ ഇവരിങ്ങനെ പറഞ്ഞു എന്നാണ് പുറത്തു വരുന്ന വാർത്ത. അത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയണം. അത് ശരിയാണെങ്കിൽ ആൻഡ്രൂസ് താഴത്തിൽ പിതാവ് എന്തും മറുപടി കൊടുത്തു. നിങ്ങൾ ധൈര്യമായിട്ടിരുന്നു, അവർ മുനമ്പങ്കാരൊക്കെ അവിടെ സ്ഥാപനം ചെയ്യും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് പറഞ്ഞോ? അതോ അല്ലയോ പ്രിയപ്പെട്ട ഹൈബി, ഡീൻ കുര്യാക്കോസ്, ജോൺ ബ്രിട്ടാസ്, ജോസ് കെ മാണി, ശരിയല്ല കേട്ടോ, ഈ നിയമം തെറ്റാണ്, ഇതുകൊണ്ടാണ് ഈ പ്രശ്നം, മുനമ്പത്തെ പ്രശ്നം മുഴുവൻ ഈ നിയമം മൂലം ഉണ്ടായതാണ്, അതുകൊണ്ട് ആ നിയമം മാറുക തന്നെ വേണം, അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ സമ്മർദ്ദം ചെലുത്തൂ, നിങ്ങളുടെ നേതാവ് രാഹുലിനെയും പ്രിയങ്കയും ധരിപ്പിക്കൂ എന്ന് മെത്രാനച്ചൻ, അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇല്ല. ആൻഡ്രൂസ് താഴത്തിൽ പിതാവ്, അങ്ങനെ തന്നെ വിളിക്കാം, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ? ഇതറിയാൻ കേരളത്തിലെ എല്ലാ ക്രൈസ്തവർക്കും മാത്രമല്ല, കാരണം ക്രൈസ്തവരെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല വഖഫ്, എല്ലാവരെയും ബാധിക്കും, എന്നെയും സിനുവിനെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ MP-മാരുമായുള്ള കോൺവെർസേഷൻ എന്തായിരുന്നു എന്ന് അറിയാനുള്ള അവകാശം നമുക്കുണ്ട്. കാരണം ഈ MP-മാരിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുമായിട്ടാണ് അവർ സംസാരിച്ചത്, അല്ലേ? CBCയുടെ അധ്യക്ഷനുമായിട്ടാണ് സംസാരിച്ചത്. അതുകൊണ്ട് അതിൻ്റെ നിജസ്ഥിതി പറയാൻ തയ്യാറാവണം. അല്ലാതെ ഏതാനും അഭിപ്രായങ്ങൾ മാത്രമാണ് പുറത്തു വന്നത് എന്നതിലൂടെ MP-മാർ ഇങ്ങനെ ആവശ്യപ്പെട്ടു എന്നത് അങ്ങ് അഭിവന്ദ്യനായ ബിഷപ്പ് സമ്മതിച്ചിരിക്കുകയാണ്. അതിന് അങ്ങ് കൊടുത്ത മറുപടി എന്താണ് അതറിയണം. ബിഷപ്പ് മറുപടി പറയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.